പേര് റിയ ആർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പ്രസിദ്ധ ബാലസാഹിത്യകാരൻ അബ്ദുള്ളക്കുട്ടി എടവണ്ണ രചിച്ച റിയാന്റെ കിണർ എന്ന ജീവചരിത്രത്തിലെ ആദ്യ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. 1998 ജനുവരി, കാനഡയിലെ ഒൻറ്റാരിയോയ്ക്കടുത്ത് കെംപ്റ്റവില്ല ഹോളി ക്രോസ് സ്കൂൾ, 1ാം ക്ലാസ്. കൊച്ചു റിയാൻ കൗതുകത്തോടെ മുൻസീറ്റിലിരുന്ന മിസ് പ്രസ്റ്റ് എന്ന ടീച്ചർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുകയാണ്. കുട്ടികളെ, ലോകത്ത് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ടെന്നറിയാമോ? പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. നമ്മളൊക്കെ എത്ര പണം പലതിനുമായി ചിലവഴിക്കുന്നു. നമ്മുടെ ഒരു സെന്റ് നാണയമുണ്ടെങ്കിൽ ആഫ്രിക്കയിലെ കുട്ടികൾക്ക് ഒരു പെൻസിൽ വാങ്ങാം. 25 സെന്റ് കൊണ്ട് 175 വിറ്റാമിൻ ഗുളികകൾ, 60 സെന്റ് കൊണ്ട് ഒരു കുട്ടിക്ക് ആവശ്യമായ 2 മാസത്തേക്കുള്ള മരുന്നുകൾ എന്നിവ വാങ്ങാം. $70 ഉണ്ടെങ്കിൽ ഒരു കിണറുണ്ടാക്കാം. ടീച്ചർ ഇത് പറയുമ്പോൾ റിയാന്റെ കണ്ണുകൾ വികസിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആലോചനകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ ടീച്ചറോട് ചോദിക്കാനുണ്ടായിരുന്നു. ടീച്ചർ വീണ്ടും തുടർന്നു. കുട്ടികളെ, ലോകത്തിൽ ഇന്ന് ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അത് ആവശ്യത്തിന് കുടിവെള്ളമില്ലാത്തതാണ്. ആഫ്രിക്കയിൽ പലയിടങ്ങളിലും വെള്ളം കിട്ടാനേയില്ല. 20 കിലോമീറ്റർ വരെ വെള്ളം തിരഞ്ഞു നടക്കണം. കിട്ടിയാൽ തന്നെ ദുർഗന്ധമുള്ള കലങ്ങിയ മലിനജലം. ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് രോഗമുണ്ടാവുന്നു. എത്ര കൊച്ചു കുട്ടികളാണ് അവിടെ നിത്യവും മരണമടയുന്നത്. ടീച്ചറുടെ വിവരണം റിയാന്റെ മനസ്സിനെ ഉലയ്ക്കുന്നതായിരുന്നു. എളുപ്പത്തിൽ ഉരുകുന്ന ഹൃദയമായിരുന്നു അവൻ്റേത്. റിയാന്റെ മനസ്സിൽ വെള്ളം കിട്ടാതെ കരയുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ഉയർന്നു വന്നു. തൻ്റെ വീട്ടിൽ നിത്യവും എത്ര വെള്ളമാണ് ധാരാളിത്തത്തോടെ ചിലവഴിക്കാറുള്ളത് എന്നും അവൻ ഓർത്തു. ടാപ്പൊന്ന് തിരിച്ചാൽ വേണ്ടത്ര വെള്ളം, പിന്നെ കുളിച്ചു തിമിർക്കാൻ ചെറിയൊരു സ്വിമ്മിംഗ് പൂളും. അച്ഛനും അമ്മയും 2 സഹോദരന്മാരും റിലേ എന്ന പ്രിയപ്പെട്ട വളർത്തുനായയും ഉൾപ്പെട്ട കുടുംബമാണ് അവൻ്റേത്. അച്ഛൻ മാർക്ക് ഹെൽജാക്ക് പോലീസ് ഓഫീസറാണ്. അമ്മ സൂസൻ ഹെൽജാക്ക് ഗവൺമെൻറ് കൺസൾട്ടൻറ്റ്. ജോർഡാൻ എന്ന ചേട്ടനും കീഗൺ എന്ന അനിയനും. ഇരുനില വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എത്ര വെള്ളമാണ് നിത്യവും എല്ലാവരും കൂടി പാഴാക്കി കളയുന്നത്? റിയാൻ ആലോചിച്ചു. അവൻ ടീച്ചറോട് ചോദിച്ചു, എന്താണ് ആഫ്രിക്കയിൽ വെള്ളം കിട്ടാത്തത്? ആഫ്രിക്ക ഉഷ്ണമേഖലാ രാജ്യമാണെന്നും ഭൂഗർഭജലം കിട്ടണമെങ്കിൽ അവിടെ ആഴത്തിൽ കുഴൽക്കിണർ കുഴിക്കണമെന്നും അതിന് വലിയ ചിലവ് വരുമെന്നും ടീച്ചർ വിശദീകരിച്ചു. ആഫ്രിക്കയിലെ ജനങ്ങൾ ദരിദ്രരായതിനാൽ അവർക്ക് കിണർ നിർമ്മിക്കാൻ കഴിയില്ലെന്നും ടീച്ചർ പറഞ്ഞു. റിയാന്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു. വെള്ളം കിട്ടാത്ത ആഫ്രിക്കക്കാർക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ പറ്റുക? സ്കൂളിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ റിയാന്റെ മനസ്സു നിറയെ അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഒരു കുഴൽക്കിണറിന് $70 ചിലവ് വരുമെന്നാണ് ടീച്ചർ പറഞ്ഞത്. അച്ഛനും അമ്മയും വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ നേരെ ചെന്ന് റിയാൻ ചോദിച്ചു, എനിക്ക് $70 തരുമോ? അച്ഛനും അമ്മയും അവൻ്റെ ചോദ്യം കേട്ട് അത്ഭുതപ്പെട്ടു. ചോദിച്ച സംഖ്യയുടെ വലിപ്പം അറിയാനുള്ള പ്രായം അവനായിട്ടില്ല. എങ്കിലും കൗതുകം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവർ ചോദിച്ചു, എന്തിനാണ് നിനക്ക് ഇത്രയും പണം? ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാനാണ്. റിയാന്റെ ഉറച്ച മറുപടിയാണ്. അത് തരക്കേടില്ലല്ലോ. അമ്മ സൂസൻ കൊച്ചുമകൻ കീഗണയെടുത്ത് അകത്തേക്ക് കയറി. രാത്രി ഭക്ഷണത്തിനിരിക്കുമ്പോൾ റിയാൻ വീണ്ടും $70 ആവശ്യം ഉന്നയിച്ചു. അപ്പോഴാണ് സൂസനും മാർക്കും അവൻ ഇത്രയും ഗൗരവത്തിലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. മക്കളെ അനുനയത്തിൽ കൈകാര്യം ചെയ്യാൻ ആ അച്ഛനും അമ്മയ്ക്കും നല്ല മിടുക്കുണ്ടായിരുന്നു. മക്കളെ അവരൊരിക്കലും നിരാശപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാറില്ല. കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അവർ ശ്രദ്ധിച്ചു. അമ്മ റിയാനോട് പറഞ്ഞു, $70 എന്നത് വലിയ സംഖ്യയാണ് മോനെ. അത്രയും വലിയ തുക ഒറ്റയടിക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. അവനൊന്നും പറഞ്ഞില്ല.
പിറ്റേന്ന് രാവിലെയും അവൻ വീണ്ടും അതേ കാര്യം ആവർത്തിച്ചു. അച്ഛനും അമ്മയും പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാത്തത് കണ്ടപ്പോൾ അവൻ്റെ കുഞ്ഞുമുഖം വിവർണമായി. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നല്ല വെള്ളം കിട്ടാത്തത് കൊണ്ട് ആഫ്രിക്കയിൽ കുട്ടികൾ മരിക്കുകയാണ്. റിയാന്റെ തൊണ്ടയിടറി, കണ്ണിൽ വെള്ളം നിറഞ്ഞു. സൂസൻ ഒളികണ്ണിട്ട് മാർക്കിനെ നോക്കി. പതുക്കെ അവനെ ചേർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇത്ര സീരിയസ് ആയിട്ടാണ് $70 കാര്യം പറഞ്ഞതല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം. നീ എന്തെങ്കിലും വീട്ടുജോലികൾ ചെയ്യും, അതിന് കൂലി തരാം. അങ്ങനെ പണം സമ്പാദിക്കേ, അല്ലാതെ വെറുതെ തരില്ല. റിയാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. തുടക്കത്തിൽ ആവേശം കാണിച്ച് ക്രമേണ താല്പര്യം കുറഞ്ഞ് ഈ കാര്യം അവൻ മറന്നുകൊള്ളും എന്നാണ് അച്ഛനും അമ്മയും വിചാരിച്ചത്. ചില്ലുജനലുകൾ തുടച്ചും വീട്ടിനകം വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കിയും അവൻ ജോലി തുടങ്ങി. ജനൽ വൃത്തിയാക്കാൻ $2, പൊടി തട്ടാൻ $1. അച്ഛനും അമ്മയും കൃത്യമായി പ്രതിഫലം നൽകാൻ തുടങ്ങി. ഒരു ബിസ്ക്കറ്റിൽ കിട്ടിയ പണം മുഴുവൻ അവൻ നിക്ഷേപിച്ചു. മഞ്ഞുവീഴ്ചയിൽ പൊട്ടിവീണ ചെടിക്കമ്പുകൾ നീക്കം ചെയ്തും മുറ്റം വൃത്തിയാക്കിയും നിത്യവും 2 മണിക്കൂർ റിയാൻ അധ്വാനിക്കുമ്പോൾ പലപ്പോഴും അവൻ്റെ സഹോദരങ്ങളായ ജോദാനും കീഗണും വീഡിയോ ഗെയിമിൽ മുഴുകിയിരിക്കും. 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം എല്ലാവരും കൂടി സിനിമയ്ക്ക് പോവാൻ തീരുമാനിച്ചപ്പോൾ റിയാൻ ഒഴിഞ്ഞു മാറി. അവൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാനില്ല. എങ്ങനെയെങ്കിലും $70 തികയ്ക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അവൻ്റെ ഈ ഉദ്യമം അറിഞ്ഞ മുത്തച്ഛൻ ഒരു ജോലി ഏൽപ്പിച്ചു. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനാവശ്യമായ പൈൻമരക്കായകൾ തനിക്ക് എത്തിച്ചു തന്നാൽ $10 പ്രതിഫലം തരാം. സന്തോഷത്തോടെ റിയാൻ ആ ചുമതലയേറ്റു. പരീക്ഷയിൽ മികച്ച മാർക്ക് നേടി പ്രോഗ്രസ് കാർഡുമായി റിയാൻ വന്നപ്പോൾ അച്ഛനും അമ്മയും $5 സമ്മാനം കൊടുത്തു. അതവൻ നിക്ഷേപത്തിലേക്ക് ചേർത്തു. ബിസ്ക്കറ്റിൽ നിറഞ്ഞു വരുന്നത് ആഹ്ലാദത്തോടെ അവൻ വീക്ഷിച്ചു. ഇടയ്ക്ക് അവൻ അതൊന്ന് എണ്ണി നോക്കി. $70 തികയാൻ ഇനിയും. അവൻ കാര്യക്ഷമതയോടെ അധ്വാനിച്ചു. ഒരു തികഞ്ഞ തൊഴിലാളിയെ പോലെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പുകണങ്ങൾ വടിച്ചു കളയുന്ന കൊച്ചു റിയാനെ കണ്ട് മാർക്കും സൂസനും കണ്ണു നിറച്ചു. 4 മാസം കൊണ്ട് റിയാന്റെ ബിസ്ക്കറ്റിൽ നിറഞ്ഞു. റിയാൻ എണ്ണി നോക്കി. $70 പിന്നെ അല്പം ചില്ലറയും. റിയാൻ ഹെൽജാക്ക് എന്ന ബാലന്റെ ഉത്കടമായ ഇച്ഛാശക്തി കൊണ്ട് നിർമ്മിച്ച ഉദ്യമത്തിന്റെ തുടക്കമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പിന്നീട് എന്തുണ്ടായി എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ചുരുക്കി പറയാം, $70 കൊണ്ടൊന്നുമായില്ല. പിന്നീട് അധികാരികളെ സമീപിച്ചപ്പോൾ $70 കിണറിന്റെ ഒരു ഹാൻഡ് പമ്പിന് മാത്രമേ തികയൂവെന്ന് പറയുകയുണ്ടായി. റിയാൻ തളർന്നില്ല. ഒരുപാട് അധ്വാനിച്ചും മാതാപിതാക്കളുടെ പിന്തുണ കൊണ്ടും ഒട്ടേറെ പേരുടെ സന്മനസ്സാലും $30,000 ചിലവഴിച്ച് 3ാം ലോക രാജ്യങ്ങളിലൊന്നായ ഉഗാണ്ടയിലെ അങ്കോളോ എന്ന ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിനടുത്ത് കിണർ നിർമ്മിച്ചു. മലിനജലം കുടിച്ചും വേനലിൽ ഒരിറ്റ് ജലത്തിനായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചും വിദ്യാഭ്യാസ അവകാശങ്ങളില്ലാതെയും രോഗങ്ങൾ പിടിപെട്ടും നശിക്കുന്ന അനേക ബാല്യങ്ങൾക്ക് പ്രതീക്ഷയുടെ കിണറുകൾ നിർമ്മിച്ചു റിയാൻ. തീർന്നില്ല. പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ജലസംരക്ഷണത്തെക്കുറിച്ചും ഉഷ്ണമേഖലയായ ആഫ്രിക്കയിലെ ജനങ്ങളുടെ ജലക്ഷാമം ദൂരീകരിക്കുന്നതിനെ പറ്റിയും അവൻ പ്രസംഗിച്ചു. റിയാൻസ് വെൽ ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിക്കുകയും ഇന്നത് 16ഓളം രാജ്യങ്ങളിൽ 680 കിണറുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്തു. 7 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഫൗണ്ടേഷന്റെ പ്രയോജനങ്ങൾ ലഭിച്ചു. കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പുറമെ ആരോഗ്യ ശുചിത്വ പദ്ധതികളും വിദ്യാഭ്യാസ പരിപാടികളും യുവജന പരിപാടികളും റിയാൻസ് വെൽ ഫൗണ്ടേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. 2010 ജനുവരി 12 ഭൂകമ്പം നാശനഷ്ടങ്ങൾ വിധിച്ച ഹെയ്തിയിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫൗണ്ടേഷൻ നേതൃത്വം നൽകി. യുനിസെഫിന്റെ ഗ്ലോബൽ യൂത്ത് ലീഡറാണ് റിയാൻ ഇപ്പോൾ. റിയാൻ പറയുന്നു, ലോകത്തിലുള്ള വെള്ളം മുഴുവൻ ഒരു ബക്കറ്റിൽ ഒതുക്കിയാൽ അതിൽ 1 ടീസ്പൂൺ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റാവുന്നതുണ്ടാകൂ.
കഥാകൃത്ത് പറയുന്നു. ഒരു 1-ാം ക്ലാസ്സുകാരൻ ചില്ലറത്തുട്ടുകൾ സമാഹരിച്ചു തുടങ്ങിയ സംരംഭം ലോകത്തിലെ തന്നെ മഹത്തായ സേവന പ്രസ്ഥാനമായി വളർന്നു വന്ന ആവേശകരമായ കഥ ഏത് പ്രായക്കാർക്കും പ്രചോദനം നൽകുമെന്നുറപ്പ്. ഒരു കൊച്ചുകുട്ടിയുടെ ചെറിയ പ്രവർത്തികൾക്ക് പോലും ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രമാണ് റിയാന്റെ കഥ. റിയാന് ഇങ്ങനെയെല്ലാം സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും എന്തെല്ലാം കഴിയും? സ്വയം പ്രവർത്തിച്ചും സുഹൃത്തുക്കളെ സഹകരിപ്പിച്ചും പ്രചോദിപ്പിച്ചും നിങ്ങൾക്കും ഈ ലോകത്തിന് വേണ്ടി ചിലതെല്ലാം ചെയ്യാൻ കഴിയില്ലേ? എല്ലാവർക്കും നന്ദി, നമസ്കാരം.